ഹസ്കിയുടെ കൂട്ടത്തിൽ ഏറ്റവും ലോങ് ഹെയർ ഉള്ള ബ്രീഡാണ് ഉളിക്കോട്ട് എന്ന് പറയുന്നത്. ഉളിക്കോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെവി ഷോർട്ടായിരിക്കും സ്റ്റാൻഡേർഡിനെ കാട്ടി. ഡോഗ്സിനെ എങ്ങനെ നോക്കിയാലും ഇതിൻ്റെ ഹെയർ ഇടയ്ക്കിടയ്ക്ക് പൊഴിയും. പക്ഷെ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കോംബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുവിധമൊക്കെ ഇതിൻ്റെ ഷഡിങ് കുറയും. പിന്നെ ചില ക്ലൈമറ്റിൽ ഇതിന് ഷഡ് ചെയ്യും, ഇതിൻ്റെ ഹെയർ ലോസായിട്ട് ഇങ്ങനെ ഷഡ് ചെയ്യും. ആ സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും ചില ശ്വാസമുട്ടുള്ളവർക്കൊക്കെ. ഹസ്കി പ്യുവർ വൈറ്റ് വരാറുണ്ട്. പിന്നെ വരുന്നതെല്ലാം ഇതേപോലെ ബ്ലാക്ക് ആൻഡ് ടാൻ, ബ്ലാക്ക് ആൻഡ് റെഡ് അങ്ങനെയുള്ള കളറുകളാണ് ഹസ്കിയിൽ വരാനുള്ളത്. കൂടുതൽ വളർത്തുന്നത് പെറ്റായിട്ടാണ് വളർത്തുന്നത് ഹസ്കി. നമുക്ക് ഒരു പെറ്റായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹസ്കി നമുക്ക് ഏത് രീതി വേണമെങ്കിലും വളർത്താം. നമുക്ക് വീട്ടിനകത്തിട്ട് വേണമെങ്കിലും വളർത്താം. പക്ഷേ ഹെയർ നമ്മൾ എപ്പോഴും ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഒരു ദിവസം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇതിലൂടെ ചിലവഴിക്കുകയാണെങ്കിൽ ഒരുപാട് ലോസ് ആവത്തില്ല ഹെയർ. ഹസ്കിക്ക് ബ്ലൂ ഐ ആണ് ഡിമാൻഡ്. എപ്പോഴും ബ്ലൂ ഐക്ക് എപ്പോഴും ഭയങ്കര ഡിമാൻഡാണ്. പിന്നെ ബ്ലാക്ക് ഐ ഉണ്ട്, ബ്രൗൺ ഉണ്ട്. ഹസ്കി ബ്ലൂ ഐ ആണ് എപ്പോഴും ഡിമാൻഡുള്ളത്. നമ്മുടെ ഇരിക്കുന്ന എല്ലാം ബ്ലൂ ഐ ആണ്. നമ്മുടെ ക്ലൈമറ്റ് ടെമ്പറേച്ചർ ഇച്ചിരി കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഐ കണ്ണിൽ നിന്ന് ചെറിയൊരു കണ്ണൈ പോലത്തെ ഇത് വരും. പക്ഷേ അത് ചില ഡോഗിന് വലിയ പ്രശ്നമായിട്ട് വരും, ചിലതിന് വലിയ പ്രശ്നം ആവത്തില്ല. ആ ക്ലൈമറ്റ് മാറുന്നുണ്ട്, അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറും. പിന്നെ ഫുഡ് ഇതിന് ഓവറായിട്ട് ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ മീനൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഒരുപാട് ചൂടുള്ള ആഹാരങ്ങൾ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ലൂസ് മോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. എപ്പോഴും നമ്മൾ ഫുഡ് ശ്രദ്ധിച്ച് കൊടുക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല.